الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് രീതിയിലുള്ള സംശയങ്ങളും എല്ലാമുണ്ട്. പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഖുർആനിൽ ഓരോ മനുഷ്യന്റെ ജീവിതത്തിനും അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. നിത്യമായി എന്നും എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ, അവനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അവനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഒരവസ്ഥയുണ്ടെങ്കിൽ അവനാ നിശ്ചയമായിട്ടുള്ള സമയം അവനിക്ക് ഉണരണമെന്നുണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ആമനൂ وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഈ ആയത്തുകൾ നമ്മൾ ഓതിയിട്ടാണ് കിടക്കാനുള്ളത്. ഈ ആയത്തിങ്ങനെ ഓതിയിട്ട് റബ്ബേ, തഹജ്ജുദിന്റെ സമയത്ത് എനിക്ക് എഴുന്നേൽക്കണം തമ്പുരാനെ. അങ്ങനെ വന്നാൽ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകൾ നമ്മൾ ഓതുക. നിറഞ്ഞ മനസ്സോടെ നമ്മൾ ഓതിയിട്ട് റബ്ബിലേക്ക് നമ്മൾ ദുആരക്കണം. ഇന്ന സമയത്ത് ഇന്നതുപോലെ എനിക്ക് എഴുന്നേൽക്കണം റബ്ബേ. ഇത്ര മണിയാകുമ്പോ എനിക്ക് നല്ലതുപോലെ എഴുന്നേറ്റ് കൊണ്ടുവരണം റബ്ബേ. അല്ലാഹുവിനോട് ദുആ ചെയ്തു, നല്ല മനസ്സോടെ കിടന്നു. എന്നാൽ ആ സമയത്ത് ഉറങ്ങുമെന്ന് മാത്രമല്ല, اللهم بحق هذه الآية الشريفة أيقظني في وقت. അള്ളാഹുവിനോട് പറയാ, പടച്ചവനെ, അല്ലാഹുമ്മ ബിഹഖി ഹാദിഹിൽ ആയത്തി ശരീഫ, ഈ പരിശുദ്ധമായ ഈ ആയത്തിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അയ്ഖ്ളിനി ഫീ വഖതി എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സമയം നമ്മൾ അവിടെ കരുതി കൊടുക്കുക. ഏത് സമയത്ത് എഴുന്നേൽക്കണം? അയ്ഖ്ളിനി, എന്നെ നീ ഉണർത്തണേ അല്ലാ, ഫീ വഖതി സുബ്ഹ് അല്ലെങ്കിൽ ഫീ വഖതി തഹജ്ജുദ് ഫഇന്ന റൂഹി ബിയദിക, എന്റെ റൂഹ് നിന്റെ കൈകളിലാണ് തമ്പുരാനെ. وأنت تتوفى الأنفس حين موتها والتي لم تمت في منامها اللهم إني أذكرك وتذكرني وأستغفرك فتغفر لي إنك تفعل ما تختار وتحكم ما تريد. നമ്മൾ പരിശുദ്ധമായ
സൂറത്തുൽ കഹ്ഫിന്റെ ആ ഒരായത്ത് നമ്മൾ ഓതിയതിനു ശേഷം അള്ളാഹിനോട് പറയാനുള്ളതാണ്. എന്താണ്? അല്ലാഹുമ്മ അല്ലാഹുവേ ബിഹഖി ഹാദിഹിൽ ആയത്തി ശരീഫ, ഈ പരിശുദ്ധമായ ആയത്തിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഐഖ്ളിനി ഫീ വഖ്തി എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം പറയാ. ഇന്ന സമയത്ത് എന്നെ നീ ഉണർത്തണേ അല്ലാ. ഫഇന്ന റൂഹി ബിയദിക, എന്റെ ആത്മാവ് റബ്ബേ നിന്റെ കൈകളിലാണല്ല തമ്പുരാനേ. അള്ളാനോട് പറയാ, പടച്ചോനെ എന്റെ ആത്മാവ് നിന്റെ കൈകൾ, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സമയം എന്നെ ഒന്ന് ഉണർത്തിത്തരണേ അല്ലാ. وأنت تتوفى الأنفس حين موتها والتي لم تمت في منامها اللهم إني أذكرك وتذكرني وأستغفرك وتغفر لي إنك تفعل ما تختار وتحكم ما تريد. ഈ ദുആ മുഅ്മിനീങ്ങളെ നമ്മൾ നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ ചൊല്ലുകയും നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരികയും ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേൽക്കണമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് വരികയും ചെയ്താൽ അതിനുള്ള വഴികൾ അല്ലാഹു നമുക്ക് തുറന്നു തരും, അതിനുള്ള സന്തോഷങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു തരും, അതിനുള്ള ആനുകൂല്യങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു തരും, അതിനുള്ള നിഅമത്തുകൾ അല്ലാഹു നമുക്ക് തുറന്നു തരും. പക്ഷെ അതിനുവേണ്ടി മനസ്സ് കൊടുക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ഇതിനോടൊപ്പം ഈ ആയത്തുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്, ആ ദുആയും കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അത് കണ്ടു ചൊല്ലിയാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ കാണാതെ ചൊല്ലണമെന്ന് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് ആരൊക്കെ എങ്ങനൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നോ അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ, അതനുസരിച്ച് സന്തോഷം കൊടുക്കണേ അല്ലാ. ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഓരോ നന്മകള്, ഓരോ